ആനക്കേരളത്തിന്റെ ഭാവി വാഗ്ദാനമെന്ന് കരുതപ്പെട്ടിരുന്ന ഒരു കുട്ടിക്കൊമ്പൻ പ്രശസ്തിയുടെ നെറുകയിൽ എത്തിച്ചേരും മുൻപേ കൊഴിഞ്ഞുപോയൊരു വർണ്ണ വസന്തം, അതായിരുന്നു മുള്ളത്ത് കൈലാസ്. ഇവന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആനപ്രേമികളുടെ എല്ലാം മനസ്സിൽ ഒരു വല്ലാത്ത നൊമ്പരം തന്നെയാണ്. അകാലത്തിൽ ചെരിയേണ്ടി വന്ന കൈലാസ് നമ്മുടെയെല്ലാം മനസ്സുകളിൽ മായാത്ത ഓർമ്മയായി ഇന്നും നിലനിൽക്കുന്നു. കേരളത്തിൽ ഏറ്റവും വലിയ കൊമ്പുകളുള്ള ആനകളിൽ ഒരുവനായിരുന്നു കൈലാസ്. കൊമ്പുകളിൽ വിസ്മയം തീർത്തവൻ. തൃശൂർ ജില്ലയിലെ കുന്നംകുളത്ത് കൊരട്ടിയിൽ മുള്ളത്ത് തറവാട്ടിലെ വിജയൻ നായർ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലായിരുന്നു കൈലാസ് ഉണ്ടായിരുന്നത്. പുത്തംകുളം ഷാജിയാണ് ഇവനെ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. പുത്തംകുളത്തെത്തിയ ആനക്കുട്ടി മണികണ്ഠനായി പുത്തംകുളം തറവാട്ടിൽ കുറച്ചുനാൾ നിന്നെങ്കിലും അധികം താമസിയാതെ കൊല്ലം അച്യുതൻകുട്ടി എന്ന പേരിൽ സലീം എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലായി. അവിടെ നിന്നാണ് 2009 ആനക്കുട്ടിയെ മുള്ളത്ത് തറവാട്ടിലേക്ക് കൈമാറ്റം ചെയ്യുന്നത്. അന്നവന് ഏകദേശം 14 വയസ്സ് മാത്രം പ്രായം. വളരെ ചെറുപ്രായത്തിൽ തന്നെ 9.25 അടി ഉയരമുള്ള കൈലാസ് ഒട്ടുമിക്ക ലക്ഷണ തികവുകളുമുള്ള ആനയായിരുന്നു. പ്രായത്തിനേക്കാൾ പക്വതയും ശാന്ത സ്വഭാവവുമുള്ള ഒരു കൊമ്പൻ. ചട്ടക്കാരുമായി നല്ലൊരു ആത്മബന്ധമാണ് ആനയ്ക്കുണ്ടായിരുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലെയും ഉത്സവ പരിപാടികളിൽ കൈലാസ് തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ പ്രശസ്തിയുടെ ഉന്നത പദവിയിലേക്ക് വന്നു കയറുമ്പോഴേ ആകസ്മികമായി മരണം അവനെ കവർന്നെടുത്തു. 2018 ജൂലൈ 28 പെട്ടെന്ന് കൊഴിഞ്ഞു വീണ ആന 29 വൈകുന്നേരത്തോടെ ചെരിയുകയായിരുന്നു. മുള്ളത്ത് കൈലാസിന്റെ വിയോഗം ആനപ്രേമികളുടെ എല്ലാം മനസ്സിൽ ഇന്നും തീരാത്തൊരു നഷ്ടം തന്നെയാണ്. മുള്ളത്ത് കൈലാസിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു.